അതിസങ്കീർണമായ റോബോട്ടിക് റാഡിക്കൽ പോസ്റ്റെക്ടമി ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ. ഉത്തര മലബാറിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ നടത്തുന്നതെന്ന് കിംസ് കേരള ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിൻ. റോബോട്ടിക് സഹായത്തോടെ ശസ്ത്രക്രിയ നടത്തിയത് കൊയിലാണ്ടി സ്വദേശിയായ 75-കാരനിലാണ്. റോബോട്ടിക് സർജറി വിദഗ്ധൻ ഡോക്ടർ മോഹൻ കേശവമൂർത്തിയുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത്. ഡാവിഞ്ചി റോബോട്ടിക് സംവിധാനം ഡോക്ടർമാർക്ക് സൗജന്യമായി കണ്ണൂർ കിംസ് ശ്രീചന്ദിൽ നൽകുമെന്നും ഫർഹാൻ യാസിൻ പറഞ്ഞു. ഇന്ന് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ചെയ്യാനായിട്ട് സംവിധാനമുള്ള സ്ഥലങ്ങൾ കൊച്ചി, എറണാകുളം ജില്ലയിലെ ഹോസ്പിറ്റൽസ് മാത്രമാണ്. അപ്പോൾ അതിന് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് റോബോട്ടിക് പ്രോസ്റ്റേറ്റക്ടമി ഒരു 72 വയസ്സുകാരിൽ വിജയകരമായി പൂർത്തീകരിക്കുകയും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു രോഗിക്ക് വളരെ സേഫായിട്ട് ആ സർജറി ചെയ്യുവാൻ പറ്റിയിട്ടുണ്ട്. എപ്പോഴും ഇപ്പോഴത്തെ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് സേഫസ്റ്റ് സർജറി ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും സേഫായിട്ടുള്ള സർജറി മറ്റു കോംപ്ലിക്കേഷൻസ് ഉള്ള രോഗിക്ക് റോബോട്ടിക് സർജറിയിലൂടെ വളരെ സേഫായിട്ട് ആ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാത്ത രീതിയിൽ പ്രോസ്റ്റേറ്റ് സർജറി ഏറ്റവും നല്ല പ്രിസിഷനോട് കൂടി, അല്ലെങ്കിൽ ഇപ്പം പണ്ട് കാലത്ത് പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യുമ്പോൾ എപ്പോഴും റിക്കറൻസിനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് റോബോട്ടിക് സർജറി വന്നതിന് ശേഷം അതില്ല. അപ്പോൾ ഒരു CA പ്രോസ്റ്റേറ്റ് ഉള്ള രോഗിക്ക് ഏറ്റവും വലിയ ഗോൾഡ് സ്റ്റാൻഡേർഡ് സർജറി എന്ന് പറയുന്നത് റോബോട്ടിക് പ്രോസ്റ്റേക്ടമിയാണ്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ എനിക്കൊന്ന് വടക്കൻ മലബാറിൽ തന്നെ ആദ്യമായിട്ട് അത് ചെയ്യാൻ കിംസ് ശ്രീചന്ദിനെ പറ്റി. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 മാസമോളം ആവുന്നുണ്ട്. ഈ 5 മാസത്തിൽ എല്ലാ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സും നമ്മൾ മുന്നേ നിങ്ങളുടെയൊക്കെ മുന്നിൽ വാക്ക് പറഞ്ഞ പോലെ തന്നെ എല്ലാ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സും കിംസ് ശ്രീചന്ദിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സാധാരണക്കാരന് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇന്ന് കൊച്ചിയിൽ പോയി ഒരു റോബോട്ടിക് പ്രോസ്റ്റേക്ടമി ചെയ്യണമെങ്കിൽ പറഞ്ഞത് 7 ലക്ഷം രൂപയോളം ആവും. കിംസ് ശ്രീചന്ദിൽ അതുപോലെ 2.5 ലക്ഷം രൂപ ചെലവിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ആ രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ രോഗിക്ക് സുഖം പ്രാപിക്കുമെന്നതാണ് പ്രത്യേകത. കണ്ണൂരിലെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ സുരക്ഷിതമായതും ചിലവ് കുറഞ്ഞതും ആണെന്നുള്ളതും ആശ്വാസമേകുന്നതാണെന്ന് രോഗിയുടെ ബന്ധുക്കൾ പറഞ്ഞു. അച്ഛനാണ്. അച്ഛൻ പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടതാണ്. വേറെ ചെയ്ത് റോബോട്ടിക് സർജറിന്റെ ഇവിടെ റോബോട്ടിക് സർജറി ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛന് 75 വയസ്സായി, സ്ട്രോക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണെങ്കിലും പിന്നെ സർജറിക്ക് അത്ര ധൈര്യം കാണിക്കുന്നില്ല. അപ്പോഴാണ് കിംസ് ഹോസ്പിറ്റൽ ശ്രീചന്ദിൽ വന്നിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ബാക്കിയുള്ള ഇതിന് മുന്നേ സർജറി ചെയ്തവരായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല. അതും മേജർ സർജറി ആയിരുന്നു. അപ്പോൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ ഉള്ള കോൺഫിഡൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ അത്യാധുനിക ശസ്ത്രക്രിയയുടെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കിംസ് ശ്രീചന്ദ് ആശുപത്രിയുടെ കേരളത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി അറിയപ്പെടുമെന്നും കിംസ് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ കേരള ക്ലസ്റ്റർ സിഇഒയുമായ ഫർഹാൻ യാസിൻ വ്യക്തമാക്കി. കൂടാതെ റോബോട്ടിക് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള അംഗീകാരം കൂടി ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ മേഖലയിലെയും സർക്കാർ മേഖലയിലെയും സർജൻസിനെ സൗജന്യ ട്രെയിനിംഗ് കൊടുക്കാനുള്ള അംഗീകാരം കൂടി കിംസ് ശ്രീചന്ദ് ആശുപത്രിക്ക് ഇതിനോടകം ലഭിച്ചു. തികച്ചും സൗജന്യമായാണ് ഇത് നൽകുന്നത്. കോഴ്സ് പൂർത്തിയാക്കിയാൽ സർട്ടിഫിക്കറ്റും ഹോസ്പിറ്റൽ നൽകുന്നുണ്ട്. കേരളത്തിലെ 2 ഹോസ്പിറ്റലിലാണ് റോബോട്ടിക് ട്രെയിനിംഗ് അംഗീകാരമുള്ളത്. അതിലൊന്നാണ് കിംസ് ശ്രീചന്ദ് ആശുപത്രി. KIMS has acquired a DaVinci robot, which is the first of its kind in North Kerala. They have recently performed a nerve-sparing robotic radical prostatectomy on a gentleman from Kannur. Besides providing clinical cure of the cancer, we have also been able to preserve potency and incontinence, that is the need to wear diaper, and the ability to perform as a man if the gentleman so wishes. That is called as functional outcome in this particular gentleman. It's always a pleasure to be associated with ശ്രീചന്ദ് KIMS with their ability to bring newer technology to North Kerala and provide world-class outcomes to the citizens of this particular part of the country. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് ഹെഡ് ഡോക്ടർ ദിൽഷാദ്, അസിസ്റ്റന്റ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ടോം ജോസ് കവലക്കാട്ട്, ക്രിട്ടിക്കൽ കെയർ ഹെഡ് ഡോക്ടർ അരുൺകുമാർ, മെഡിക്കൽ ഓങ്കോളജി ഡോക്ടർ അജയ് തോമസ്, സീനിയർ കൺസൾട്ടന്റ് യൂറോളജി ഡോക്ടർ സൂരജ് വിജയൻ, സീനിയർ കൺസൾട്ടന്റ് യൂറോളജി ഡോക്ടർ സന്തോഷ് കുമാർ സുബുദ്ധി എന്നിവരും പങ്കെടുത്തു. നമ്മുടെ യൂറോളജിയിൽ നമുക്ക് ഏറ്റവും അധികം ഒരു പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സർജറി. പ്രത്യേകിച്ച് ഈ ഏജ് അഡ്വാൻസ് ചെയ്ത ആൾക്കാർക്കാണ് ഈ സംഗതികൾ പൊതുവെ വരുന്നത്. നമ്മുടെ മെയിൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം പുരുഷന്മാർക്ക് വരുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അത് ഏർലിയായി കണ്ടുപിടിക്കുന്നത് ഒന്നാമത്തെ ഒരു പട്ടടമ്പിയായിരുന്നു.
അതിപ്പോൾ യൂണിവേഴ്സലായിട്ട് ആൾക്കാർ PSA ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയതോടെ ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു പുതിയ ടെക്നോളജിയുടെ ആവശ്യം നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പണ്ടൊരു 10 കൊല്ലം മുമ്പൊക്കെ കണ്ടുപിടിക്കുന്ന ക്യാൻസർ ഓൾറെഡി എല്ലാവരുടെയും സ്പ്രെഡായി നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിയിലായിരുന്നു ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് മാറി, സ്ഥിതി മാറിയിട്ടുണ്ട്. ബേസിക്കലി അത് PSA സ്ക്രീനിങ് കൊണ്ടാണ്. ബേസിക്കലി എല്ലാവരും 50 വയസ്സിന് ശേഷം ഇയർലി വൺസ് ഒരു PSA എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ ഡിറ്റക്ട് ചെയ്യാം. ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ PSA എലിവേഷൻ കണ്ടു കഴിഞ്ഞാൽ യൂറോളജിസ്റ്റിനെ കാണിച്ച് ഒരു എക്സാമിനേഷൻ റെക്ടൽ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാരുടെയും രോഗം നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. വൺസ് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റിന്റെ ഓപ്ഷൻ അവൈലബിൾ ആയി തുടങ്ങി. ക്യൂർ എന്ന് പറഞ്ഞാലും ക്യാൻസർ മാറ്റുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. സിറ്റി ന്യൂസ് കണ്ണൂർ.